നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 25-ാം തീയതി 1199 ആണ്ട് ഇടവ മാസം 11-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ആഴ്ച ശനിയാഴ്ചയാണ്. നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രവുമല്ല, ശുഭദിനവുമല്ല. ഇന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ആകിലും ഇന്ന് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളേക ജോലിക്കോ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പോവുക, തിരിച്ചു വരിക എന്നുള്ളതിലുപരി ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ കൊള്ളാവുന്ന ദിവസമല്ല. നക്ഷത്രവും കൊള്ളൂല, ദിവസവും കൊള്ളൂല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് റിസൾട്ടും വിപരീതമായി കലാശിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു പോവേണ്ട ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന് എന്നറിയുക. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഒരു വാർഷിക ഫലം, ഒരു വർഷം നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ജോലി അതുപോലെ ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടൂല, നല്ല ജോലി കിട്ടൂല, ജോലിയിൽ അംഗീകാരം കിട്ടൂല. ഒരു ബിസിനസ് ചെയ്യുന്നവരെങ്കിൽ ബിസിനസ് ശോഭിക്കാത്ത അവസ്ഥ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അവിടെ സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ ഉണ്ടാവുക. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ട് താല്പര്യക്കുറവ് വരിക, പഠിക്കുന്നത് തന്നെ ഓർമ്മയിൽ നിൽക്കാതെ വരിക, അതായത് അലസതയും മന്ദതയും കൂടുക, കെയർലെസ് ആവുക. ഇതൊക്കെ വരുന്നതാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നമുക്കെന്തായാലും ശനിയാഴ്ചയും ബർത്ത്ഡേ ആയിട്ട് വന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് വരണമല്ലല്ലോ. അപ്പോൾ പ്രകൃതിഹിതമായി വന്നു. പക്ഷെ നമുക്കിതിനെ എങ്ങനെ നമുക്കിതിനെ അതിജീവിച്ച് പോകാം, അതിനാണ് പ്രായശ്ചിത്തം എന്ന് പറയണേ, പ്രതിവിധി എന്ന് പറയണേ. ഇന്ന് അയ്യപ്പൻ കോവിലിൽ പോവുകയും നീരാഞ്ജനം കത്തിക്കുകയും, എള്ള് കിഴികെട്ടി കത്തിക്കുന്നതാണ് നീരാഞ്ജനം കത്തിക്കുക. വ്രതത്തോടു കൂടി ഇരിക്കുക, നെയ്യ് അഭിഷേകം ചെയ്യുക, നീല കറുത്ത തുണിയോ വാങ്ങി ഭഗവാന് ഉടുപ്പിക്കുക, കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ ദോഷം കുറയുകയും ശനീശ്വരൻ പ്രീതിപ്പെടുകയും ശനീശ്വരൻ്റെ പ്രീതിയാൽ ഒരു വർഷം നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യും. അതുപോലെ ഒരു വർഷവും ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ചു പോകുന്ന ശനിയാഴ്ച ദിവസങ്ങളിൽ കത്തിച്ചു പോകുന്നത് നന്നായിരിക്കും. ഒരു ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ടും ഒരു വർഷക്കാലവും ധരിച്ചുകൊള്ളുക, ശനിയുടെ ഒരുവിധ നെഗറ്റീവ് നമുക്ക് ബാധിക്കാതിരിക്കാൻ. അതുപോലെ ഇന്നും രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 9 മണി 10:30, 9 മണി മുതൽ 10:30 മണി വരെ എന്നാണ്. ഇപ്പോൾ രാവുകാല സമയം പറഞ്ഞത് 9 മണി 21 മിനിറ്റ് തൊട്ടാണ് നമുക്ക് ഇന്നും ആരംഭിക്കുന്നത്. 10 മണി 48 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രാദി കാര്യങ്ങൾക്ക് മാറ്റിവെക്കുക, ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. അതുപോലെ ഗുളികനും യമകണ്ഠനെയാണ് പ്രകൃതിയിൽ ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന ഇന്നത്തെ ദിവസം പകല്. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഗുളികകാല സമയം വരുന്നത് 6 മണി 6 മിനിറ്റ് തൊട്ട് 7:40 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 1 മണി 55 മിനിറ്റ് തൊട്ട് 3 മണി 29 മിനിറ്റ് വരെയും. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11 മണി 57 മിനിറ്റ് തൊട്ട് തന്നെയാണ്. 12 മണി 45 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്ന് വസ്ത്രധാരണം, നമ്മൾ ഓരോ കാര്യത്തിന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവരും അമ്പലത്തിൽ പോകുമ്പോഴും അല്ലാതെ എന്തെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ പങ്ക് ചേർക്കുക. അത് ഷോളായിട്ടായാലും ശരി, അല്ലെങ്കിൽ ബ്ലൗസ് ആയിട്ടായാലും ശരി, ഷർട്ടായിട്ടായാലും ശരി, പാൻസ് ആയിട്ടായാലും ശരി, കറുപ്പോ നീലയോ വസ്ത്രത്തിൽ ചേർക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കറുത്ത
കളറിലുള്ള അല്ലെങ്കിൽ നീല കളറിലുള്ള കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് ശനിയുടെ പോസിറ്റീവ് വന്നു ചേരാനും നെഗറ്റീവ് അകലാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.